പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഞാനിന്ന് അപ്രതീക്ഷിതമായ ഒരു ചിത്രം വരച്ച എൻ്റെ പേരക്കുട്ടി ഒരു ചിത്രം വരച്ച് അവിടെ ഇട്ടിട്ട് പോയത് കണ്ടു. അപ്പോൾ അവൻ അവിടെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അത് കണ്ടാൽ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ കുട്ടിക്ക് ചെറുപ്പത്തിൽ ഇതിങ്ങനെ വരയോട് താല്പര്യമുണ്ട്. വലിയൊരു ആനക്കാര്യമല്ല, എന്നാലും പറയാം. അപ്പോൾ ഈ കുട്ടിയെ ഡ്രോയിങ് പഠിപ്പിച്ചാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അച്ചാച്ചൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. പക്ഷേ എങ്കിൽ എൻ്റെ രക്ഷിതാക്കൾ അച്ഛനും അമ്മയ്ക്കും ഇവനെ അയച്ചത് കീബോർഡ് പഠിക്കാനാണ്. കീബോർഡ് കുറച്ച് നാൾ പഠിച്ച് അത് അങ്ങനെ താല്പര്യം അത് വിട്ടു. ഞാൻ പറയുകയുണ്ടായി, ഇവനെ ഡ്രോയിങ് പഠിപ്പിക്കാനാണ് അയക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായി തീരുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് ഇതൊരു വലിയ ആനക്കാര്യം അല്ല, സാധാരണ എല്ലാവരും വരക്കുന്നതാണ്. എങ്കിലും നമ്മൾ ചെറിയ കുട്ടികളെ ആദ്യം തന്നെ നോക്കി വെക്കണം. അവർക്ക് ഏതിലാണ് താല്പര്യം, ആ മേഖലയിലേക്ക് വിട്ടാലാണ് അവർ കൂടുതൽ ശോഭിക്കുക എന്നാണ് എൻ്റെ ശശിധരൻ എന്ന എൻ്റെ അഭിപ്രായം. ആ ചെറുപ്പത്തിൽ അവർ ഏതിലേക്കാണ് നോക്കി നിൽക്കണം, ഏതിലാണ് അഭിരുചി എന്ന് ആ വിഷയത്തിലേക്ക് വിടണം. ഇപ്പോൾ ഒരു കണക്ക് പഠിക്കുവാൻ താല്പര്യമുള്ള കുട്ടിയെ കൊണ്ടുപോയിട്ട് ഹിസ്റ്ററി പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു ഡോക്ടറാകാൻ താല്പര്യമുള്ള കുട്ടിയെ വേറെ എന്തെങ്കിലും എൻജിനീയർ ആകാൻ പഠിച്ചാൽ, അങ്ങനെ പല ചരിത്രങ്ങളും പലവർക്കും പറ്റിയതും കേട്ടിട്ടുമുണ്ട്, ഇങ്ങനെ കേട്ട് വരുന്നുമുണ്ട്. അപ്പോൾ അവരുടെ അഭിരുചി മാത്രമല്ല, അവരുടെ അത് പ്രയോഗിക്കാനുള്ള കഴിവൊന്നും കൂടെ നോക്കണം. ഇപ്പോൾ നമ്മൾക്കൊരു വരക്കാൻ താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ അതിനുള്ള മറ്റുള്ള കഴിവുകൾ കൂടെ ഉണ്ടോ എന്നും കൂടെ പരിശോധിച്ചതിന് ശേഷമാണ് അത്തരം വിഷയങ്ങളിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് വിനീതമായ അഭിപ്രായം. അവരുടെ അഭിരുചിക്കനുസരിച്ച് വിടുകയാണെങ്കിൽ അവർ നേർവഴിക്ക് പോകുമെന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ അത്രയാണ് ഈ വിഷയത്തെപ്പറ്റി പറയുവാനുള്ളത്. അവരുടെ അഭിരുചിക്ക് വിടുക, അതോടൊപ്പം തന്നെ പ്രോത്സാഹനം കൊടുക്കുക. അവരുടെ മേഖലയിൽ ശരിയാകുന്ന ഏത് മേഖലയിലാണ് ഇപ്പോൾ ചിത്രം വരയ്ക്കാൻ അവനെ ഏൽപ്പിച്ച് എന്ന് വിചാരിക്കുക. അവൻ കുറച്ച് കഴിഞ്ഞാൽ അതിൽ താല്പര്യമില്ല എന്ന് തോന്നുമ്പോൾ പിന്നെ നോക്കി വെക്കണം ഏതിലാണ് അവന് താല്പര്യം. ആ പഠിക്കുന്ന വിഷയങ്ങളിലെ മാർക്കും ശ്രദ്ധിക്കണം. അങ്ങനെയാണ് കുട്ടികളെ ഇതാക്കേണ്ടത്. ഇപ്പം എല്ലാവരും ഓട്ടത്തിലാണ്. അച്ഛൻ ജോലിക്ക് പോകും, അമ്മയും ജോലിക്ക് പോകും. കുട്ടികളെ ശ്രദ്ധിക്കാൻ ആർക്കും സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കുമ്പോൾ കുട്ടികൾ എന്തായാലും അവർക്ക് മാനസികമായ ആതിഥ്യത്തിൻ്റെ അവിടെ കിട്ടി. പിന്നെ കൂട്ടുകെട്ടും കൂടെ ആകുമ്പോൾ സംഗതി പൂർത്തിയാകും. അങ്ങനെയാണ് പല കുട്ടികളും വഴിതെറ്റിപ്പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് പലരിൽ നിന്നും മനസ്സിലാക്കുവാൻ പറ്റിയത്. അപ്പോൾ അഭിരുചിക്കനുസരിച്ച് ഓരോരുത്തരെയും വിട്ടുകഴിഞ്ഞാൽ അവർ ഏത് പഴയ നിലവാരത്തിലുള്ള പഠിപ്പായാലും പുതിയ നിലവാരത്തിലുള്ള പഠിപ്പായാലും അവരുടെ മാർക്ക് എല്ലാം നോക്കി പിന്നെ അവരുടെ പ്രവർത്തനം അവരെ കാണാതെ നിരീക്ഷിച്ച് ആ മേഖലയിലേക്ക് അവരെ വിടുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കും എന്നാണ് ശശിധരൻസ് വ്ലോഗിലെ ശശിധരൻ എന്ന എൻ്റെ അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. അത്രമാത്രമേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.